ഹായ്, വിശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ പ്രീതി തലയിറങ്ങി വീഴുന്നത് കണ്ട് അമ്പരന്ന സത്യഭാമ പൊന്നിയെ വിഷ്ണുവിനെ വിളിക്കാനായി പറഞ്ഞയക്കുകയാണ് താഴേക്ക്. എന്താ അമ്മ എന്നും പറഞ്ഞ് ഓടി വരികയാണ് അന്നേരം വിഷ്ണു. സത്യഭാമ പറയുകയാണ്, മോൾക്കെന്തോ പറ്റി, നീ ഒന്ന് നോക്കിക്കേ. എന്തു പറ്റിയെന്നും പറഞ്ഞ് പ്രീതിയുടെ കവളിലൊക്കെ തട്ടി വിളിക്കുകയാണ് വിഷ്ണു. സത്യഭാമ പറയുകയാണ്, ബോധം പോയി മോനെ. സംസാരിച്ചുകൊണ്ട് നിന്നപ്പോൾ പെട്ടെന്ന് തലകറങ്ങി വീണതാണ്. വിഷ്ണു ചോദിക്കുകയാണ്, അമ്മേ ഇതിപ്പോ യാതൊരു പ്രതികരണവും ഇല്ലല്ലോ, നമുക്ക് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയാലോ? അമ്മ ചെന്ന് ഡ്രൈവറോട് കാർ ഇറക്കാൻ പറയുക. അന്നേരം താഴേക്ക് പോവുകയാണ് സത്യഭാമ. അതേസമയം പൊന്നി പ്രീതിയുടെ മുഖത്തേക്ക് വെള്ളം കുടയുമ്പോൾ പെട്ടെന്ന് ഉണരുകയാണ് പ്രീതി. പക്ഷെ പിന്നെയും പ്രീതിയുടെ ബോധം പോവുകയാണ്. വീണ്ടും വീണ്ടും വിഷ്ണു പ്രീതിയെ തട്ടി വിളിക്കുകയാണ്. താഴേക്ക് വന്ന സത്യഭാമയോട് രാഘവൻ നായർ തിരക്കുകയാണ്. എന്താ ഭാമേ, നീ അവിടെ കിടന്ന് നിലവിളിക്കുന്നത് കേട്ടല്ലോ. പ്രീതി ബോധം കെട്ട് വീണതാണ് രാഘവേട്ട, എന്താ പറ്റിയതെന്ന് അറിയില്ല. ഉടനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിക്കണം എന്ന് പറഞ്ഞ് പിള്ളയെ വിളിക്കുകയാണ് സത്യഭാമ. പിള്ളച്ചേട്ടാ, ആ ഡ്രൈവറെ ഒന്ന് പെട്ടെന്ന് വിളിക്കുമോ? അന്നേരം രാഘവൻ നായർ കരുതുകയാണ്, ഈശ്വര, പ്രീതി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ചാൽ അവൾ ഗർഭിണിയാണെന്നുള്ള കാര്യം ഭാമ അറിയുമല്ലോ. അതിനുശേഷം സത്യഭാമയെ വിളിക്കുകയാണ് രാഘവൻ നായർ. വയ്യാതെ ബോധം കെട്ട് കിടക്കുന്ന ആളിനെ എന്തിനാ ചുമന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നത്? നമുക്ക് ഡോക്ടറെ ഇങ്ങോട്ട് വിളിച്ചാൽ പോരെ? 100 കൂട്ടം പനിക്കാരാണ് ഹോസ്പിറ്റലൊക്കെ. അവിടെ ചെന്ന് പുതിയൊരു അസുഖവുമായി തിരിച്ചു വരണ്ട. ഇതിപ്പോ എന്തേലും നിസ്സാരമായ പ്രശ്നമേ ഉണ്ടാവൂ. നീയേ ഡോക്ടർ മാലതിദാസിനെ വിളിക്ക്. മാലതിയാകുമ്പോൾ നമുക്ക് നല്ല പരിചയമുള്ള ആളുമാണല്ലോ. എങ്കിൽ ഞാൻ ഡോക്ടറെ ഒന്ന് വിളിച്ച് നോക്കട്ടെ എന്നും പറഞ്ഞ് ഫോൺ എടുക്കുകയാണ് സത്യഭാമ. അന്നേരം രാഘവൻ നായർ പ്രാർത്ഥിക്കുകയാണ്, ഈശ്വര, മാലതിയെ തന്നെ വിളിക്കുമ്പോൾ കിട്ടണേ. പിന്നീട് റൂമിലേക്ക് വന്ന് സത്യഭാമ പൊന്നിയോട് പറയുകയാണ്, ഡോക്ടർ ഇപ്പോൾ താഴെ എത്തും, നീ പോയി പെട്ടെന്ന് വിളിച്ചുകൊണ്ട് വാ. എങ്ങനെയുണ്ട് മോൾക്കെന്ന് വിഷ്ണുവിനോട് തിരക്കുമ്പോൾ വിഷ്ണു പറയുകയാണ്, അമ്മേ, ഇടയ്ക്ക് ബോധം വന്നതാണ്, പക്ഷെ പെട്ടെന്ന് അതങ്ങ് പോയി. അപ്പോഴേക്കും ഡോക്ടറും എത്തുകയാണ്. എന്തു പറ്റി നമ്മുടെ പ്രീതി മോൾക്കെന്ന് ചോദിക്കുമ്പോൾ സത്യഭാമ പറയുകയാണ്, എന്തു പറ്റിയെന്ന് അറിയില്ല ഡോക്ടർ, പെട്ടെന്ന് സംസാരിച്ചുകൊണ്ട് നിന്നപ്പോൾ തലകറങ്ങി വീണു. ഭാഗ്യത്തിന് ബെഡിലേക്കാണ് വീണത്, അതുകൊണ്ട് കാര്യമായിട്ടൊന്നും പറ്റിയില്ല. ശരി, ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് പ്രീതിയെ പരിശോധിക്കുകയാണ് ഡോക്ടർ. സത്യഭാമ പറയുകയാണ്, കുറച്ചു ദിവസമായി ഒരു വിളർച്ചയുണ്ട് അവൾക്ക്. അന്നേരം ഡോക്ടർ പറയുകയാണ്, എല്ലാവരും ഒന്ന് പുറത്തേക്ക് ഇറങ്ങി നിൽക്കൂ, ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് പരിശോധിക്കട്ടെ. എല്ലാവരും പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും പ്രീതിക്ക് ബോധം തെളിയുകയാണ്. കണ്ണും തുറന്ന പ്രീതിയോട് ഡോക്ടർ പറയുകയാണ്, കൺഗ്രാറ്റുലേഷൻസ് പ്രീതി, ഭൂമിയിലെ ഏറ്റവും മഹത്തായ പൊസിഷനിലേക്ക് നിനക്ക് പ്രൊമോഷൻ കിട്ടിയിരിക്കുകയാണ്. യു ആർ ഗോയിങ് ടു ബി എ മദർ. ഇത് കേട്ട് സന്തോഷിക്കുകയാണ് പ്രീതി. പെട്ടെന്ന് ഡോക്ടർ കതക് തുറക്കുകയാണ്. അങ്ങനെ അകത്തേക്ക് കയറുകയാണ് സത്യഭാമയും വിഷ്ണുവും പൊന്നിയുമൊക്കെ. ഓടി വന്ന് സത്യഭാമ ചോദിക്കുകയാണ്, മോളെ എന്തു പറ്റി ഡോക്ടർ പ്രീതിക്ക്? വിശദമായിട്ട് പരിശോധിച്ചു, ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല. ഇതിപ്പോ പ്രീതി തന്നെ വരുത്തിവെച്ച കുഴപ്പമാണ്. മനസ്സിലാകാതെ സത്യഭാമ ചോദിക്കുകയാണ്, പ്രീതി തന്നെ വരുത്തിവെച്ച കുഴപ്പമോ? അതെന്താണ്? തിരിച്ചുകൊണ്ട് ഡോക്ടർ പറയുകയാണ്, വേണ്ട പോലെ ഭക്ഷണം കഴിക്കാത്തതിന്റെ കുഴപ്പം. ഇവൾ ആള് സ്വല്പം അനീമിക്കാണ്, രക്തക്കുറവുമുണ്ട്, അതിന്റെ ഒരു പ്രഷർ, അത്രയുള്ളൂ. അന്നേരം അത്രയുള്ളൂ എന്ന് പറഞ്ഞ് ആശ്വസിക്കുകയാണ് സത്യഭാമ. പ്രീതിയെ തലോടിയിട്ട് സത്യഭാമ പറയുകയാണ്, പൊന്നി, ഇനി മുതൽ ഇവളുടെ ഭക്ഷണക്കാര്യം നീ വേണം ശ്രദ്ധിക്കാൻ. എപ്പോഴും ഞാനിവിടെ ഉണ്ടായിന്ന് വരില്ല. തൽക്കാലം ഡോക്ടർക്കും മോൾക്കും നീ പോയി ജ്യൂസ് എടുത്തേ, അത് കഴിച്ചിട്ട് ഇവളെ റെസ്റ്റ് എടുക്കട്ടെ. വാ പൊന്നി എന്നും പറഞ്ഞ് പൊന്നിയും കൂട്ടി താഴേക്ക് പോവുകയാണ് സത്യഭാമ. അതേസമയം ഒരു ഫോൺ വന്ന് വിഷ്ണുവും താഴേക്ക് പോകുന്നു. പിന്നീട് ഡോക്ടറും പ്രീതിയും മാത്രമാവുകയാണ്. എഴുന്നേറ്റ് പ്രീതി പറയുകയാണ്, താങ്ക്സ് ഡോക്ടർ, ഞാൻ പ്രഗ്നന്റ് ആണെന്ന് അമ്മയോട് പറയാതിരുന്നതിന്. അന്നേരം ഡോക്ടർ പറയുകയാണ്, താങ്ക്സ് പറയേണ്ടത് എന്നോടല്ല, മറ്റൊരാളോടാണ്, എന്റെ അച്ഛനോട് തന്നെ. അതിനുശേഷം കാര്യങ്ങൾ പറയുകയാണ് ഡോക്ടർ ആദ്യം താഴെ വന്നപ്പോൾ രാഘവൻ നായരെ കണ്ടിരുന്നു. രാഘവൻ നായർ എല്ലാ കാര്യങ്ങളും ഡോക്ടറോട് പറഞ്ഞിരുന്നു. പ്രീതി പ്രഗ്നന്റ് ആണെന്നുള്ള സത്യം സത്യഭാമയോട് പറയരുതെന്ന് രാഘവൻ നായരാണ് ഡോക്ടറോട് പറഞ്ഞത്. ഡോക്ടർ പറയുകയാണ്, ആദ്യത്തെ തവണ അബോർഷനായി പോയതുകൊണ്ട് ഇത്തവണ നല്ല ശ്രദ്ധ വേണം, ഭക്ഷണം നന്നായിട്ട് കഴിക്കണം. സത്യാമ്മയോട് ഞാൻ പറഞ്ഞതിൽ കുറച്ച് വാസ്തവമുണ്ട്. ഇയാൾ വളരെ അനീമിക്കാണ്. മാതളനാരകവും ചുവന്ന നിറത്തിലുള്ള ഇലക്കറികളുമൊക്കെ ഭക്ഷണത്തിൽ നന്നായി ഉൾപ്പെടുത്തണം. പിന്നെ ടാബ്ലറ്റ്സ് ഒക്കെ കഴിക്കുന്നുണ്ടല്ലോ. പ്രീതി പറയുകയാണ്, ഓ മാഡം, അച്ഛൻ വാങ്ങിച്ചു നന്നായിരുന്നു, പക്ഷെ അതിന്റെ രുചി എനിക്ക് പിടിക്കുന്നില്ല, ഛർദ്ദിക്കാൻ വരുന്നത് പോലെ. ഡോക്ടർ പറയുകയാണ്, എന്ന് കരുതി കഴിക്കാതിരിക്കാൻ പാടില്ല. കുഞ്ഞിന്റെ എല്ലുകളുടെയും പല്ലുകളുടെയും വളർച്ചയ്ക്ക് വേണ്ടിയാണ് അത് കഴിക്കുന്നത്. ഞാൻ കുറച്ച് വൈറ്റമിൻ ടാബ്ലറ്റ്സ് എഴുതരാം, അത് മുടങ്ങാതെ കഴിക്കണം. ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷനൊക്കെ വാങ്ങിയ ശേഷം പ്രീതി കരുതുകയാണ്, ഈശ്വര, ഇത് ആദ്യം അറിയിക്കേണ്ട ആളിനെ ഞാൻ അറിയിച്ചില്ലല്ലോ.
അതിനുശേഷം ഫോൺ എടുത്ത് അർജുനെ വിളിക്കുകയാണ് പ്രീതി. ഫോൺ എടുക്കുന്ന അർജുനോട് പ്രീതി ചോദിക്കുകയാണ്, എന്താണ് വക്കീലെ വിശേഷങ്ങൾ? എനിക്കെന്ത് വിശേഷം? ഇതെന്താ ഇങ്ങനെ ഒരു ചോദ്യം? തിരിച്ച് പ്രീതി പറയുകയാണ്, എന്നാൽ എനിക്കൊരു വിശേഷമുണ്ട്, അത് പറയാനാണ് വിളിച്ചത്. പറഞ്ഞോ പ്രീതി, പക്ഷേ അത് നേരിട്ട് പറയേണ്ടതാണ്, എനിക്ക് കാണണമല്ലോ എന്ന് അർജുൻ വക്കീലിനെ. എടാ നീ സസ്പെൻസ് ഇല്ലാതെ കാര്യം പറയ് പ്രീതി. സസ്പെൻസ് തീർണമെന്നുണ്ടെങ്കിൽ ഒന്ന് ക്ഷേത്രത്തിലേക്ക് വാ, അവിടെ വെച്ച് കാര്യം പറയാം. വീണ്ടും അർജുൻ പറയുകയാണ്, പറ പ്രീതി, എന്താ കാര്യം? ഇല്ലില്ല, ഇത് നേരിട്ടേ പറയത്തുള്ളൂ, അതും ദൈവികമായ കാര്യം. അല്ലെങ്കിൽ അർജുനേട്ടൻ അതെന്താണെന്ന് ഊഹിച്ചെടുക്കാൻ നോക്ക്. കാണട്ടെ ഞാൻ മിടുക്കെന്ന് പറയുമ്പോൾ വീണ്ടും അർജുൻ പറയുകയാണ്, പ്രീതി നീ കാര്യം പറയ്. പ്രീതി പറയുകയാണ്, എങ്കിൽ ഞാൻ ഫോൺ വെക്കുകയാണ്, നമുക്ക് ക്ഷേത്രത്തിൽ വെച്ച് കാണാം. അതേസമയം താഴേക്ക് വന്ന ഡോക്ടർ രാഘവൻ നായരോട് പറയുകയാണ്, അതെ സാർ ഞാൻ ഇറങ്ങുവാണ്, പ്രീതിയുടെ കാര്യം എല്ലാം ഓക്കെയാണ്. മാലതി വന്നപ്പോഴേ പ്രീതിയുടെ കാര്യം ഓക്കെയാണെന്ന് ഞാൻ ഉറപ്പിച്ചതാണ്. സത്യഭാമ പറയുകയാണ്, അതെ ഞാനും കൂടി ഡോക്ടർ കൂടെ ഒന്ന് പോവുകയാണ്, നമ്മുടെ ക്ലബിന്റെ ഒരു മീറ്റിംഗ് ഉണ്ട്. പിന്നെന്താ, എന്നാ നീ ചെല്ലെന്ന് പറയുകയാണ് രാഘവൻ നായർ. അവരൊക്കെ പോയ ശേഷം താഴേക്ക് വന്ന് പ്രീതി പറയുകയാണ്, അച്ഛാ താങ്ക്സ്, ഇതിനൊക്കെ എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. നന്ദിയൊന്നും പറയണ്ട, എല്ലാം ദൈവാനുഗ്രഹമാണെന്ന് വിചാരിച്ചാൽ മാത്രം മതി. അതെ, ഇനി എനിക്ക് ഈ കാര്യം അർജുനേട്ടനോടൊന്ന് പറയണമായിരുന്നു. രാഘവൻ നായർ ചോദിക്കുകയാണ്, അപ്പോ അർജുനോട് ഇതുവരെ നീ പറഞ്ഞില്ലേ? ആദ്യം പറയേണ്ടിയിരുന്നത് അർജുനോടല്ലായിരുന്നോ? നീ വൈകിപ്പിക്കണ്ട, നീ ഫോൺ വിളിക്കെന്ന് പറയുമ്പോൾ പ്രീതി പറയുകയാണ്, ഫോണൊക്കെ വിളിച്ചു, പക്ഷെ എനിക്ക് നേരിട്ട് പറയാൻ ഒരാഗ്രഹം. കക്ഷിയോട് ഞാൻ ക്ഷേത്രത്തിൽ വരാൻ പറഞ്ഞിട്ടുണ്ട്. രാഘവൻ നായർ സന്തോഷത്തോടു കൂടി പറയുകയാണ്, അങ്ങനെയെങ്കിൽ അങ്ങനെ. നീ വിഷ്ണുവിനെയും കൂട്ടി പോകാൻ നോക്ക്, എന്താ അതുപോരെ? അത് കേട്ട് പുറത്തേക്ക് വന്ന വിഷ്ണു ചോദിക്കുകയാണ്, എന്താണ് എന്നെയും കൂട്ടി പോകുന്നൊരു കാര്യം? നീ ഇവളെ ക്ഷേത്രത്തിലൊന്ന് കൊണ്ടുപോകണം, അർജുനെ ഒന്ന് കാണാനാണ്. വിഷ്ണു പറയുകയാണ്, പിന്നെന്താ, അമ്മ തിരിച്ചു വരുന്നതിന് മുമ്പ് നമുക്ക് പോയിട്ട് വരാം, നീ ഇറങ്ങാൻ നോക്ക്. അന്നേരം പ്രീതി പറയാണ്, ഞാൻ ഈ ഡ്രസ്സൊന്ന് മാറിയിട്ട് വരാം. വിഷ്ണു പറയുകയാണ്, പെട്ടെന്ന് വേണം. അതിനുശേഷം വിഷ്ണു രാഘവൻ നായരോട് പറയുകയാണ്, അവളുടെ ഒരു സന്തോഷം കണ്ടില്ലേ? അതേസമയം അമ്പലത്തിൽ പ്രീതിയെ കാത്തു നിൽക്കുകയാണ് അർജുൻ കരുതുകയാണ്, പറഞ്ഞ സമയം കഴിഞ്ഞല്ലോ, പ്രീതി എന്താ ഇതുവരെ വരാത്തത്? എന്തായിരിക്കും അവൾ പറയാൻ ഉദ്ദേശിക്കുന്ന ആ സസ്പെൻസ്? അമ്പലനടയിൽ വണ്ടി നിർത്തിയ ശേഷം വിഷ്ണു പറയുകയാണ്, എടി നീ കേറിക്കോ, ഞാൻ വണ്ടി പാർക്ക് ചെയ്തിട്ട് വരാം. പ്രീതിയെ കണ്ട് സന്തോഷിച്ച് അർജുൻ ചോദിക്കുകയാണ്, നമസ്കാരം ഭാര്യയെ, എന്തുണ്ട് വിശേഷങ്ങൾ? പ്രീതി പറയുകയാണ്, വിശേഷങ്ങളോട് വിശേഷങ്ങളല്ലേ, അത് ഭർത്താവേട്ടനെ കണ്ട് പങ്കുവെക്കാനാണ് ഇങ്ങോട്ടത്തേക്ക് വന്നത്. ആണോ? എന്നാൽ പങ്കുവെച്ചോ. എത്ര നേരമായിട്ട് നിന്റെ സസ്പെൻസ് എന്താണെന്നറിയാൻ ഞാനിവിടെ കാത്തു നിൽക്കുവാണെന്നോ? എന്നാലേ ഒരു 2 മിനിറ്റ് കൂടി ഭർത്തൃഭഗവാൻ കാത്തു നിന്നാട്ടെ, ഞാനൊന്ന് തൊഴുതിട്ട് വരാം. പ്രീതി തൊഴുവാനായി പോകുമ്പോൾ അർജുൻ കരുതുകയാണ്, ചേട്ടാ ഇതെന്താ ഇത്ര വലിയ സസ്പെൻസ്? അതേസമയം വണ്ടി പാർക്ക് ചെയ്ത് തിരികെ വരുന്ന വിഷ്ണുവിനെ ഫോൺ വിളിക്കുകയാണ് ശാലിനിയുടെ കോള് കണ്ട് വിഷ്ണു കരുതുകയാണ്, ഇത് ശാലിനിയാണല്ലോ. ഫോൺ എടുക്കുമ്പോൾ ശാലിനി ചോദിക്കുകയാണ്, താനിപ്പോൾ എവിടെയുണ്ട്? ഞാൻ ആൽത്തറമോട് അമ്പലത്തിനടുത്തുണ്ട്. എന്നാൽ അവിടെ തന്നെ നില്ല്, എനിക്ക് വന്നൊന്ന് കാണാനാണ്. ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ? വിഷ്ണു ചോദിക്കുകയാണ്, ഏയ് ബുദ്ധിമുട്ടൊന്നുമില്ല, ഞാനിവിടെ തന്നെ നിൽക്കാം. കാര്യം എന്താണെന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞു തീരുന്നതിന് മുമ്പേ ഫോൺ കട്ട് ചെയ്യുകയാണ് ശാലിനി. വിഷ്ണു കരുതുകയാണ്, ചേട്ടാ ഇതിപ്പോ എന്താ, ശബ്ദം കേട്ടിട്ട് എന്തോ പ്രശ്നമുണ്ടല്ലോ. അമ്പലത്തിലേക്ക് വന്നിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ പ്രീതിയും അർജുനും അത് കേൾക്കുന്നത് മോശമാണല്ലോ. തൊഴുത് തിരികെ വന്ന പ്രീതിയോട് അർജുൻ ചോദിക്കുകയാണ്, ഇനിയെങ്കിലും ഒന്ന് പറയൂ, എന്താണ് ഇത്ര വലിയ സസ്പെൻസ്? പ്രീതി പറയുകയാണ്, അത് ഇത്ര പെട്ടെന്നൊന്നും പറയാൻ പറ്റില്ല. ഇനിയും മനുഷ്യന്റെ ക്ഷമ പരീക്ഷിക്കല്ലേ, ഇപ്പൊ തന്നെ ആലോചിച്ചാലോചിച്ച് എന്നെ തല പുണ്ണായിരിക്കുകയാണ്. മൂക്കിൽ കൂടിയും കാതിൽ കൂടിയും ഒക്കെ പുക വരുന്നത് കണ്ടില്ലേ? ഇതിപ്പോ അത്ര വലിയ തല പുകച്ച് ടെൻഷനാകേണ്ട കാര്യമൊന്നും ഇല്ല. ഒരു സന്തോഷ വാർത്തയാണ് ഞാൻ പറയാൻ പോകുന്നത്. അർജുനേട്ടന് ഒരു പ്രൊമോഷൻ കിട്ടാൻ പോകുന്നു എന്ന ഒരു സന്തോഷ വാർത്ത. ആശ്ചര്യപ്പെട്ട് അർജുൻ ചോദിക്കുകയാണ്, എനിക്കോ? ഞാനറിയാതെ എനിക്ക് എന്ത് സന്തോഷം കിട്ടാൻ? നീ ഇപ്പോ മുൻസിഫ് മജിസ്ട്രേറ്റ് ആയിട്ടോ ജില്ലാ മജിസ്ട്രേറ്റ് ആയിട്ടോ അതല്ല ചീഫ് ജസ്റ്റിസും ആയിട്ടോ മറ്റോ ആണോ? അഥവാ ഇനിയിപ്പോ അങ്ങനെ സംഭവിച്ചാൽ തന്നെ നീ എങ്ങനെയാ അതറിയുന്നത്? അതൊക്കെയുണ്ട്. ഈ പ്രൊമോഷന്റെ കാര്യം ആദ്യം എനിക്ക് അറിയാൻ പറ്റൂ. ഇതാണ് എന്റെ കാഴ്ചപ്പാടിൽ ഒരു പുരുഷന് കിട്ടാൻ പോകുന്ന ഏറ്റവും വലിയ പ്രൊമോഷൻ. ഭർത്താവ് എന്ന പൊസിഷനിൽ നിന്നും അച്ഛൻ എന്ന നിലയിലേക്കുള്ള പ്രൊമോഷൻ. അർജുനേട്ടൻ ഒരച്ഛനാകാൻ പോകുന്നു. ഇത് കേട്ട് ആശ്ചര്യപ്പെട്ട അതിശയത്തോടുകൂടി ആണോടി എന്ന് ചോദിക്കുകയാണ് അർജുൻ. വളരെയധികം സന്തോഷിച്ച് അവിടെ നിന്നൊന്ന് കറങ്ങിയ ശേഷം അർജുൻ ചോദിക്കുകയാണ്, ഇതിപ്പോ ഞാൻ എന്താ ചെയ്യുക? അമ്പലമായി പോയി, അല്ലെങ്കിൽ അതിനുള്ള സമ്മാനമായി പൊക്കിയെടുത്തൊന്ന് വട്ടം ചുറ്റിപ്പിക്കുകയോ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ തരികയോ ചെയ്യാമായിരുന്നോ? ഇത് പറയുകയാണ്, അയ്യോ വട്ടം ചുറ്റിക്കലൊന്നും വേണ്ടേ, ഇപ്പൊ തന്നെ ആകെ തല കറങ്ങി നിൽക്കുക. പോരെങ്കിൽ ഇതൊന്നും അമ്മ അറിയാതെ നോക്കണം എന്നുള്ള ടെൻഷൻ വേറെയും. ഇതിയുടെ ടെൻഷനും കണ്ട് പെട്ടെന്ന് വിഷ്ണു അർജുന്റെ മുഖം മങ്ങുകയാണ്. അർജുൻ ചോദിക്കുകയാണ്, സോറി, ഇപ്പൊ എന്താ അവിടത്തെ നിന്റെ അവസ്ഥ? ആരും അറിയാതെ നീ ഇതെങ്ങനെയാ മാനേജ് ചെയ്യുന്നത്? ആർക്കും അറിയില്ല എന്നല്ല, അച്ഛനോട് ഞാനെല്ലാം തുറന്നു പറഞ്ഞു അർജുനേട്ടാ.
അച്ഛനാണ് ഇപ്പോൾ എനിക്ക് അവിടെയുള്ള കട്ട സപ്പോർട്ട്. അമ്മ അറിയാതെ കുറച്ചു കാലം മാനേജ് ചെയ്യണമെന്ന് അച്ഛൻ പറഞ്ഞു. പിന്നെ കാര്യങ്ങൾ എങ്ങനെയെങ്കിലും മാനേജ് ചെയ്യാമെന്നുള്ള ധൈര്യവും തന്നിട്ടുണ്ട്. പിടിയിലാകുമെന്ന് തോന്നിയ ചില സാഹചര്യങ്ങളിലൊക്കെ രക്ഷിച്ചതും അച്ഛൻ തന്നെയാണ്. അർജുൻ പറയുകയാണ്, ആ കേട്ടത് തന്നെ വലിയൊരു ആശ്വാസം. ഈ സന്ദർഭത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ട ആളാണ് ഞാൻ. പക്ഷേ ഇനി മുതൽ ഓരോ നിമിഷവും ടെൻഷനായി. ഇവിടെ എപ്പോഴാ പിടിവീഴുക എന്നറിയില്ലല്ലോ. അതേസമയം അമ്പലത്തിലേക്ക് വിഷ്ണുവിനെ കാണാനായി എത്തുകയാണ് ശാലിനി. വിഷ്ണുവിനെ കണ്ട് ദേഷ്യത്തോടു കൂടി നോക്കി നിൽക്കുകയാണ് ശാലിനി. ഇത്രയുമാണ് നാളത്തെ എപ്പിസോഡ് വിശേഷങ്ങൾ. ഓക്കെ, താങ്ക് യു.